ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബനാന ഷേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് മിക്കവാറും എല്ലാവർക്കും അറിയണത് തന്നെ ആയിരിക്കാം, പക്ഷെ അറിയാത്തവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ സമ്മറിനൊക്കെ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 2 ഗ്ലാസ് പാലാണ് കേട്ടോ. അതും ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടയാക്കിയിട്ട് ഇതുപോലെ കട്ടയാക്കിയിട്ട് വേണം നമ്മൾ ഷേക്കിന് യൂസ് ചെയ്യാനായിട്ട്. പിന്നീട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒരു പഴം കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൂവമ്പഴമാണ്. നിങ്ങൾക്ക് അതല്ലാതെ ഏത് പഴം വേണമെങ്കിലും നമുക്കിതിന് യൂസ് ചെയ്യാം. നേന്ത്രപ്പഴം മാത്രം യൂസ് ചെയ്യരുത് കേട്ടോ. ബാക്കി അല്ലാതെ ഏത് പഴം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പഞ്ചസാരയും ഏലക്കയും കൂടെ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അതൊരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പഴത്തിന് ഒരുപാട് നല്ല മധുരമുള്ള പഴമാണെങ്കിൽ കുറച്ച് പഞ്ചസാര കുറയ്ക്കുകയും കൂടെ ചെയ്യാം കേട്ടോ. പിന്നീട് കൊക്കോ പൗഡർ ഒരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ടയാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് കട്ടയാക്കിയിട്ട് വെച്ചിട്ടുള്ള പാലുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. പാല് ചേർക്കുമ്പോൾ എപ്പോഴും ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കട്ടാക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട് കേട്ടോ. അല്ലാതെ നമ്മൾ സാധാരണ ചിൽഡ് മിൽക്ക് ഒന്ന് തണുത്ത പാൽ യൂസ് ചെയ്യുമ്പോൾ ഈ ഷേക്കിന് ഇത്രയും ടേസ്റ്റ് വരില്ല. അപ്പോൾ പാലെടുക്കുമ്പോൾ എപ്പോഴും ഫ്രീസറിൽ വെച്ചിട്ട് കട്ടാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് കണ്ടോ, നമ്മുടെ ഷേക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കൊക്കോ പൗഡറൊക്കെ ചേർക്കുന്ന കാരണം കൊണ്ട് ഒരു ബ്രൗണിഷ് കളറൊക്കെ കിട്ടുന്ന കാരണം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഡ്രിങ്ക് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ സമ്മറിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കാനും മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.